ഹലോ. അപ്പോൾ ഞാൻ ഈ സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട് കാലത്ത് തന്നെ എവിടേക്കാണെന്നല്ലേ, ഞാൻ മാത്രമല്ല അതിരിക്കുട്ടിയുണ്ട്, ചേട്ടനും ഉണ്ട്. ഇന്ന് കർക്കിടകവാവാണ്. അപ്പോൾ ഞാൻ അച്ഛന് വേണ്ടി ബലിയിടാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ ബാംഗ്ലൂർ തന്നെ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അറിയണ ഒരു പൂജാരിയാണ്. പൂജാരിയുടെ അനിയത്തിനെ ഞങ്ങളറിയും. അപ്പോൾ അങ്ങനെ ആ വഴി കണക്ഷൻ കിട്ടിയിട്ട് ആളിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷവും ഞാൻ പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം എൻ്റെ ആദ്യത്തെ വർഷമായിരുന്നു അച്ഛന് വേണ്ടി ബലി ഞാൻ കൊടുത്തത്. അപ്പോൾ ഈ വർഷം ഇപ്പം എൻ്റെ രണ്ടാമത്തെയാണ്. അപ്പം ബലിതർപ്പണത്തിന് പോയി. കുഴപ്പമുണ്ടായില്ല. നമ്മുടെ നാട്ടിലത്തെ പോലെ നമുക്ക് മുങ്ങി പിന്നെ പോയി ബലി ഇട്ടിട്ട് പിന്നെ വീണ്ടും പോയി മുങ്ങൽ അങ്ങനെയൊന്നുമില്ല. അതിനുള്ള സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് മീനൂട്ട് പോലെയായിരുന്നു. എന്നാലും നമ്മുടെ മനസ്സിൻ്റെ ഒരു സമാധാനത്തിന് നമ്മൾ കൊടുത്തു എന്നുമായി. നമ്മുടെ മനസ്സും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും കറക്റ്റായാൽ മതി അല്ലേ. അപ്പോൾ ഞാൻ അത്ര മാത്രം വിചാരിച്ചുള്ളൂ. അപ്പോൾ അങ്ങനെ അച്ഛന് വേണ്ടി എൻ്റെ രണ്ടാമത്തെ ബലി തർപ്പണമാണിത്. അപ്പോൾ അച്ഛൻ മരിച്ചിട്ട് 2 വർഷം ആവണ്. എങ്ങനെ ഏതാണെന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കുറേ ഉണ്ട്. അതൊക്കെ ഈ വീഡിയോയിൽ പറഞ്ഞു കഴിയില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ അച്ഛന് വേണ്ടി ഞാൻ ബലി കൊടുത്തു. രണ്ടാമത്തെ ബലി തർപ്പണം ഞാൻ ചെയ്തു. അപ്പോൾ നല്ല സൗകര്യമുണ്ട്. ഈ പ്രാവശ്യം കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ ചെയ്യാനായിട്ട്. കഴിഞ്ഞ വർഷം കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. ഈ വർഷം അവർ 4:30 തൊട്ട് അവർ ബലിതർപ്പണത്തിൻ്റെ സമയം സ്ലോട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ഞാനൊരു 5:15 സ്ലോട്ടിനാണ് പോയത്. കാരണം ഇതിന് പോയി വന്നിട്ട് വേണം എനിക്ക് ഈ ക്ലാസ്സിന് പോകാനായിട്ട്. അതുകൊണ്ട് കാലത്ത് നേരത്തെ തന്നെ പോയി ഒരു 3 മണിക്ക് കഴിഞ്ഞിട്ട് കുളിച്ച് ഒരു 3:30-4 മണിയോട് കൂടി ഞാനും ഹസ്ബൻഡും അതിരിക്കുട്ടിയും കൂടി പോയി ചെയ്തു പോന്നു. പിന്നെ എന്താണ്, പെട്ടെന്ന് ഇതങ്ങോട്ട് ചെയ്തപ്പോൾ പെട്ടെന്ന് അച്ഛൻ ഓർമ്മ വന്നു. കണ്ണൊക്കെ നിറഞ്ഞു. പെട്ടെന്ന് വല്ലാണ്ടായിപ്പോയി. എന്നാലും ചെയ്യാൻ പറ്റിയെന്നൊരു സന്തോഷം അത്രേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി വിളിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് പിന്നെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് ഞാനും അതിരിനെ കൊണ്ട് സ്കൂളിൽ പോയി. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.